മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദിക്ക് ഒരു പൊൻതൂവൽ കൂടി ചാർത്തിയ 1 മുതൽ 74 വയസ്സുള്ള 74 പേർ വിമാനയാത്ര നടത്തി തിരിച്ചു വന്നവർക്കുള്ള ഉജ്ജ്വല സ്വീകരണം നൽകി. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ നടന്ന യോഗം എയർഫോഴ്സ് ജീവനക്കാരൻ KJ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം, ഞാനിവിടെ കാണിയായിട്ട് വന്നതാണ്. കാണിയായി വന്ന് എന്നോട് ഉദ്ഘാടനം ചെയ്യിച്ചതിൽ സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യം മറികടന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എയർഫോഴ്സിലാണ്. എൻ്റെ കൂടെയുള്ള എൻ്റെ അതേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളുടെ ഇപ്പം മരിച്ചിട്ടുണ്ടായിരുന്നു യുദ്ധത്തിൽ. ഒരാളുടെ മലയാളി, അയാളുടെ കൈ പോയിട്ടുണ്ട്, ആംപുട്ട് ചെയ്തിരിക്കുകയാണ്. കുറേ നമ്മളിപ്പോൾ പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ആർമി എന്ന് പറയുന്ന ഇതായിരുന്നു യുദ്ധത്തിൻ്റെ മുഖത്ത് നിന്നത്. ഇപ്പോഴത്തെ ടെക്നോളജി വികസിച്ചതോടുകൂടി എയർഫോഴ്സിനാണ് കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത്. ഡ്രോൺ വഴി ഫൈറ്റർ എയർക്രാഫ്റ്റ് അങ്ങനെയൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗം കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. സുദീപ് അന്തകൽ അധ്യക്ഷത വഹിച്ചു. SSLCക്കും +2നും ഉന്നത വിജയം നേടിയവരെ മൊമെന്റോ നൽകി ആദരിച്ചു. 50 കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. രഞ്ജിത്ത് പണിക്കർ കളരിക്കൽ സ്വാഗതവും രശ്മി ബജീഷ് നന്ദിയും പറഞ്ഞു. രാജു മാരാത്ത്, KN ജയപ്രകാശൻ, രാമൻകുട്ടി കുന്നത്ത് ആശംസകൾ നേർന്നു. KB സുനിൽകുമാർ, KP കൃഷ്ണകുമാർ, PV സായുജ് എന്നിവർ നേതൃത്വം നൽകി.